എന്നാൽ ഏറ്റവും വലിയ വിഗ്രഹത്തെ മാത്രം അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഒടുവിൽ ആ കോടാലി ആ വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കി അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി. ഉത്സവം കഴിഞ്ഞ് തിരിച്ചെത്തിയ ജനങ്ങൾ കണ്ടത് തകർന്നടിഞ്ഞു കിടക്കുന്ന തങ്ങളുടെ ദൈവങ്ങളെയാണ്. കോപാകുലരായ അവർ ഇബ്രാഹിം നബിയെ പിടിച്ചുകൊണ്ടുവന്ന് ചോദിച്ചു, ഇബ്രാഹിമേ, ആരാണ് ഞങ്ങളുടെ ദൈവങ്ങളോട് ഈ ചതി ചെയ്തത്? ഇബ്രാഹിം നബി തികഞ്ഞ ശാന്തതയോടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ വലിയ വിഗ്രഹത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ കോടാലിയും ചുമന്നു നിൽക്കുന്ന വലിയ വിഗ്രഹത്തോട് തന്നെ ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ അത് പറഞ്ഞു തരും. ജനങ്ങൾക്ക് ദേഷ്യം സഹിക്കാനായില്ല. അവർ ആക്രോശിച്ചു, നിനക്ക് ഭ്രാന്താണോ ഇബ്രാഹിമേ? വിഗ്രഹങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? അപ്പോഴാണ് ഇബ്രാഹിം നബി തൻ്റെ പ്രഹരശേഷിയുള്ള ആ ചോദ്യം ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. സംസാരിക്കാനോ സ്വന്തം കൂടെയുള്ളവരെ സംരക്ഷിക്കാനോ കഴിയാത്ത ഈ വെറും കല്ലുകളെയാണോ നിങ്ങൾ ദൈവങ്ങളായി പൂജിക്കുന്നത്? ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? യുക്തിക്ക് മുന്നിൽ തോറ്റ ജനങ്ങൾക്കും നമ്രൂദിനും ആ അപമാനം താങ്ങാനായില്ല. അവർ പ്രവാചകനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങളോളം വിറകുകൾ ശേഖരിച്ച് ആകാശത്തോളം ഉയരത്തിൽ ആളിക്കത്തുന്ന ഒരു ഭീമാകാരമായ അഗ്നികുണ്ഡം അവർ ഒരുക്കി. എന്നിട്ട് ഇബ്രാഹിം നബിയെ ആ തീച്ചൂളയിലേക്ക് എറിഞ്ഞു. തീയുടെ ചൂടേറ്റ് അദ്ദേഹം കരിഞ്ഞ് ചാരമാകുന്നത് കാണാൻ 10,000 ചുറ്റും കാത്തുനിന്നു. എന്നാൽ അവിടെ മനുഷ്യചരിത്രം ഇന്ന് വരെ കാണാത്ത ആ അത്ഭുതം നടന്നു. പ്രപഞ്ചനാഥൻ്റെ കൽപ്പന വന്നു, ഓ തീയെ, നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമായി മാറുക. മണിക്കൂറുകൾക്ക് ശേഷം തീ അടങ്ങിയപ്പോൾ ജനങ്ങൾ അത്ഭുതത്തോടുകൂടെ നോക്കി നിന്നു. തീയുടെ നടുവിൽ നിന്നും ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു വന്ന ഇബ്രാഹിം നബിയെയാണ് അവർ കണ്ടത്. നമ്രൂദിന്റെ അഹങ്കാരവും ജനങ്ങളുടെ അന്ധവിശ്വാസവും ആ അഗ്നിയിൽ കരിഞ്ഞു പോവുകയായിരുന്നു. സത്യം അവിടെ ജയിച്ചു നിന്നു. ഈ ചരിത്രം ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി. അസ്സലാമു അലൈക്കും.